കാണിച്ചു കൊടുക്കുക. കല്ല്, നാട്ടുകല്ല്. നാട്ടുകല്ല് മണ്ണാർക്കാടിന്റെയും പെരിന്തൽമണ്ണക്കും ഇടയിലുള്ള സ്ഥലമാ നാട്ടുകല്ല്. കണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നൊക്കെ എഴുതി വെച്ചിട്ട് അതിന്റെ മുകളില്. എന്നിട്ട് എന്താ അവിടെ കാണുന്നത്? നാട്ടുകല്ല്, ഒരു കല്ല് നാട്ടിച്ചു. ദണ്ടങ്ങള് ചവിട്ടരുത്, ചവിട്ടരുത്. എന്തുമല്? ഒരു കല്ലിന്റെ കഷ്ണ. അപ്പൊ എന്താ സംഗതി അറിയോ? ഈ കല്ല്, അതിനുള്ളിൽ കല്ലുണ്ട്. ഈ കല്ല് ഇങ്ങനെ വളരുമായിരുന്നു അത്രേ. അപ്പോഴാണ് മമ്പറന്തങ്ങൾ അതിനെങ്ങനെ പോകണം, മതിച്ച് വളർന്ന് ഒറ്റ അടി മുറിഞ്ഞ് ചാടി ആ പീസാണ് കിടക്കണേന്ന. എന്നിട്ട് ഇത്രയും കാലമായിട്ട് PWDക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ മുജാഹിദികളെ ഏൽപ്പിക്ക്, മാറ്റി തരാ. നിങ്ങൾ മാറ്റിയോ? മാറുവോ? ഇല്ല. അപ്പൊ ഈ നിലങ്ങൾ അത് കല്ലല്ലേ കൂട്ടരെ. നോക്കുകള് ചന്ദനത്തിന് കത്തിച്ചു വെച്ചിരിക്കുന്നു. ഇതൊക്കെ ഇസ്ലാമിന്റെ ഏർപ്പാടാ? മുസ്ലിങ്ങളുടെ ഏർപ്പാടാണ്? നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ആലോചിക്കും. ഇതൊക്കെ നടക്കണില്ലേ? ഇവിടെ വലിയ ഉറൂസ്, മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തിൽ ഉറൂസ് നടക്കാറുണ്ട്. അവിടെ ദിനങ്ങളോളം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരിപാടികൾ നടക്കാറുണ്ട്. അവിടെ നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. അപ്പൊ ആ നിലക്കുള്ള ഏർപ്പാടുകളാണ് അവിടെ നാട്ടുകല്ലിൽ നടക്കുന്നത്. അതിലൂടെ പോകുന്ന വാഹനങ്ങൾ നിർത്തി ചില മുസ്ലിം ഡ്രൈവർമാർ അവിടെ പണമിട്ടിട്ടാ പോകുന്നത്. കാണുന്നില്ലേ നിങ്ങള്? എന്തായിരിക്കും ആ മനുഷ്യന്മാരെ വിശ്വാസം? ആ പണിട്ട് പോകുമ്പോ എന്തായിരിക്കും നിങ്ങൾ ആലോചിക്കും? വണ്ടി കൊണ്ടാ പോകുന്നത്, തട്ടിമുട്ടരുത്, അപകടത്തിൽപ്പെടരുത് അല്ലേ? എന്നാ പല മുസ്ലിങ്ങളുടെ വണ്ടിയിൽ എഴുതിയും വെച്ചിട്ടുണ്ടാവും എന്ത്? തവക്കൽതു അലല്ലാഹ്. ചിലപ്പോ ഉണ്ടാവും സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇതതിന്റെ പുറമേ എവിടേക്കാ പോക്ക്? നിങ്ങളൊന്ന് ആലോചിച്ചാൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥ എന്റെ ഉമ്മത്തീങ്ങളിൽ ഉണ്ടാകും. അതുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. ഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മത്തി അൽ ഔസാൻ. വിഗ്രഹങ്ങളെ അവർ ആരാധിക്കുന്ന അവസ്ഥ എന്റെ ഉമ്മത്തീങ്ങളിൽ ഉണ്ടാവും. ചെറിയ